ഒരു അന്വേഷണത്തിന് തുടക്കമെന്ന് പറഞ്ഞ ഈ മൂവിയുടെ ഭാഗമായിട്ട് ഇപ്പം കളക്ടറേറ്റിൽ നമ്മുടെ വയനാട് റിലീഫുമായിട്ട് ബന്ധപ്പെട്ട് വന്നേക്കാണ്. എന്തായാലും ഇത് ഇങ്ങനെ ഒരു തീരുമാനം എല്ലാവരും കൂടെ ഒന്നിച്ച് കൈക്കൊണ്ട ഒരു തീരുമാനമാണോ? അല്ല, ഇത് ഞങ്ങൾ ഷൂട്ടിംഗ് കഴിഞ്ഞ് ഡബ്ബിംഗ് നടക്കുന്ന സമയമാണ്. ഏകദേശം 62 ആർട്ടിസ്റ്റുകളുണ്ടായിരുന്നു. അപ്പോൾ സ്വാസികയാണ് ഇത് ആദ്യം ഇനീഷ്യേറ്റ് ചെയ്യുന്നത്. പിന്നെ കൈലാഷ്, പ്രശാന്ത്, ബിജു സോപാനം, ഷെയ്ൻ സിദ്ദീഖ്, പൊന്നമ്മ ചേച്ചി, മഞ്ജു പിള്ള, അപ്പോൾ ഇവരെല്ലാവരും കൂടി ആത്മാർത്ഥമായിട്ട്, കോട്ടയം നസീർ, കലാഭവൻ ഷാജോൺ, ഇവരെല്ലാവരും ഇതിൻ്റെ അകത്ത് ആത്മാർത്ഥമായിട്ട് തന്നെ. രമേശ് പിഷാരടി ലിസ്ബണിലായിരുന്നു. ലിസ്ബണിൽ നിന്ന് വിളിച്ചപ്പം നമുക്കിത് ഒരു സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി തന്നെ ചെയ്യണം എന്ന് ഒരു തീരുമാനം ഉണ്ടാവുകയും 24 മണിക്കൂറിനുള്ളിൽ കളക്ട് ചെയ്യും. കൈലാഷ് ഉൾപ്പെടെയുള്ളവരായാലും അതിൻ്റെ പുറകെ അല്ലേ ആത്മാർത്ഥമായി തന്നെ നിന്നു. എല്ലാവരും സഹകരിച്ചു. തീർച്ചയായിട്ടും അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാന നിമിഷമാണ്. മറ്റൊന്നുമല്ല, ഇത് മറ്റുള്ളവർക്കും ഒരു ഇൻസ്പിറേഷൻ ആവട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത്. ഒരു സിനിമയുടെ ഭാഗത്തിൽ താരങ്ങൾ മാത്രം നിൽക്കുന്ന ഒരു ഗ്രൂപ്പിൽ നിന്ന് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് കളക്ട് ചെയ്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കാൻ പറ്റി എന്നുള്ളത് ഒരുപാട് ചാരിതാർത്ഥ്യമുള്ള കാര്യമാണ്. ഇത് മറ്റുള്ളവർക്ക് ഒരു മാതൃകയാക്കാം നമ്മളത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. കാരണം സമാനതകളില്ലാത്ത ദുരന്തമാണ് വയനാട് നടന്നിരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ സഹോദരന്മാരെ ചേർത്ത് പിടിക്കേണ്ടത് നമ്മുടെ കടമയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു.